ഹിന്ദുക്കൾ പുല ആചരിക്കുമ്പോൾ അമ്മ വഴിയും അച്ഛൻ വഴിയും ആചരിക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അങ്ങനെയല്ലല്ലോ ആചരിക്കണത്? അല്ല. എല്ലാം പണത്തിൻ്റെ ഉപരിയാണ്. പണമാണെല്ലാം. അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം പോലും സ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കത്തായം മരുമക്കത്തായം എന്നീ ഭേദത്തിൽ വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ തനിക്കാര് ചില്ലാനം തന്നോ അവർക്ക് വേണ്ടി നോക്കുക, അവരുടെ സദ്ഗതിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ആയിപ്പോയി. അത് പറ്റില്ല. അതുകൊണ്ട് അമ്മ, അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, ഉഭയഭാഗങ്ങളിൽ നിന്നുമുള്ള അഖില പിതൃക്കളും, അങ്ങനെ 7 പേരെയും സങ്കല്പിച്ചോളണം. ആ രീതിയിൽ ആചരിക്കണം, അതാണ് വേണ്ടത്. ആ രീതിയിൽ പിണ്ടദാനം ചെയ്യണം, അതാണ് വേണ്ടത്. എന്തുകൊണ്ട് ഓരോ ജാതി തിരിച്ച് ഓരോ വിധത്തിൽ ആചരിക്കുന്നു? എന്താപ്പോൾ ചെയ്യാം? ഇതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. ഒക്കെ സമുദായ ഭേദത്തിൽ ജാതിഭേദത്തിലൊക്കെ പിരിഞ്ഞു. ചിലർ 10 ദിവസം ചെയ്താൽ മതി, ചിലർ 14 ദിവസം ചെയ്യണം, ചിലർ ചെയ്യേ വേണ്ട എന്നൊക്കെ പറഞ്ഞ മട്ടിൽ പല ജാതിയിലുണ്ട്. ഇതൊക്കെ പല ജാതിയെന്നേ ഉള്ളൂ. ഒരു ജാതിയാണ് വേണ്ടതെന്ന് പറയാൻ നമുക്ക് വയ്യ. എന്താ കാരണം? നാനാത്വത്തിൽ ഏകത്വമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ശാസ്ത്രബോധത്തിനനുസരിച്ച് എങ്ങനെ ചിട്ടപ്പെടുത്തലുകൾ വരുത്തണോ അങ്ങനെ വരുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത്രേ പറയാൻ നോക്കൂ, അതിൽ കൂടുതൽ വിസ്തരിക്കാൻ വയ്യ. ശരി, ബാക്കി നമുക്ക് വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇതുപോലെ യൂട്യൂബിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്താൽ നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പറഞ്ഞാൽ അവർക്കത് മറുപടിയും കിട്ടും. ഓ